തൃശൂർ പൂരത്തിന്റെ ആവേശം പങ്കുവച്ച നടി ഗായത്രി സുരേഷ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായത്രി ആർ സുരേഷ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും തൃശൂർ പൂരത്തിന്റെ തലേ ദിവസത്തിന്റെ ആ ഒരു ആഘോഷങ്ങൾക്കിടയിലാണ്. പൂരത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ പണ്ട് മുതലേ പൂരം കണ്ട് വളർന്ന ഒരാളാണ്. കാരണം ഞാൻ പണ്ട് മുതലേ തൃശ്ശൂരായിരുന്നു. എനിക്ക് അങ്ങനെ എടുത്തു പറയാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും, അതായത് പൂരം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ പരം സന്തോഷം ഞങ്ങൾക്കില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പൂരത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം വെടിക്കെട്ടാണ്. രാത്രി 3 മണിക്കാണ് ഇവിടെ വെടിക്കെട്ട് നടക്കാറ്. 3 മണിക്ക് ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് നിന്ന് 2 അമ്പലത്തിന്റെയും വെടിക്കെട്ട് കണ്ട് ഞങ്ങൾ തിരിച്ചു. പിന്നെ ആ ഒരു കൂട്ടായ്മ, യൂണിറ്റി, തൃശ്ശൂരുകാർ മാത്രമല്ല, തൃശ്ശൂരിന്റെ പുറത്ത് നിന്ന്, കേരളത്തിൽ നിന്നായാലും കേരളത്തിന്റെ പുറത്ത് നിന്നാണെങ്കിലും ഫോറിനേഴ്സ് വരെ വരുന്ന ഒരു ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം. സോ ഈ പ്രാവശ്യവും പൂരത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ടൗണിന്റെ നടുവിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്ലാറ്റിന്റെ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റും. അത് തന്നെയാണ് മറക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റൊക്കെ ഇങ്ങനെ കുലുക്കി നമുക്ക് ആകെ ഭയങ്കര ഡിലക്റ്റായിട്ടാണ് കാണാൻ പറ്റുക. ഭയങ്കര ഒരു അനുഭവമാണ് എനിക്കത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം. എല്ലാ കൊല്ലവും ഉണ്ടാവുന്ന അനുഭവം. ബാല്യകാലത്ത് കേട്ടാ, ബാല്യകാലമായിട്ട് തന്നെ എനിക്ക് ഓർമ്മ ഇല്ല. എഴുന്നള്ളിപ്പിന് പോവാറുണ്ട് പാർമിക്കാവ് അമ്പലത്തില്. അമ്മ അവിടുത്തെ ടീച്ചറാണ്. സോ അവിടെ പോകുവാറുണ്ട്. അതാണ്. അങ്ങനെ ആന ഓടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. വേറെ അനുഭവം എന്താണ്? കുടമാറ്റം കാണാൻ പറ്റാറില്ല. കാരണം ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലെ ടിവിയിൽ ഇരുന്നിട്ട് തന്നെയാണ് കുടമാറ്റം കാണാറ്. മടത്തിൽ വരവ് കാണാറുണ്ട്. മടത്തിൽ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട്, അതായത് ആദ്യം നടക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചാനലിന്റെ ഭാഗമായിട്ട് പോയിട്ടായിരുന്നു. എലഞ്ഞിത്തറമേളം ഭയങ്കര തിരക്കായതുകൊണ്ട് വെടിക്കെട്ട് എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര ചാലഞ്ചാണ്. അതായത് ചെവി കൊത്താതെ നിൽക്കുക എന്നുള്ളത് വളരെ വലിയൊരു ചാലഞ്ച്. പിന്നെ ഞങ്ങൾക്ക് എഴുന്നേറ്റ് മുകളിലേക്ക് പോയാൽ മതി. ചെറുപ്പം മുതലേ പറഞ്ഞാൽ 2015 ചെറുപ്പല്ല, അതിനു മുമ്പ് കുഴക്കലായിരുന്നു. അപ്പോ വെടിക്കെട്ടിന്റെ സമയമാകുമ്പോ ഇങ്ങനെ വരും, റോട്ടിൽ നിൽക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.